നമ്മളിവിടെ ഫേമസ് ആയ നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്. ഓടാ പാൽക്കുപ്പി മൊണ്ണെ കണ്ടിട്ട് നിന്റെ തന്തയായി തോന്നിയോടാ പാൽക്കുപ്പി മൊണ്ണ എന്നൊക്കെ വിളിക്കാൻ. കാട്ടപരാധി മോനെ. ഒരിക്കലും ഞാൻ അനീഷേട്ടനെ റിജക്ട് ചെയ്തിട്ടില്ല. റിജക്ട് വെച്ച് ബാക്കി എല്ലാം ചെയ്തു. കർത്താവ് തന്നെ രാജ്യദ്രോഹി എന്നൊക്കെ ജയിലിലാണെങ്കിൽ നാളെ നമുക്ക് ചോദിക്കാനും തീർച്ചയായിട്ടും ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു നമ്മുടെ PR ബേബി അനുമോള് കോണ്ടന്റിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് കാരണത്തെ ലവ് ട്രാക്ക് പിടിച്ചത് എല്ലാവരും കണ്ടതാണ്. പ്രത്യേകിച്ച് അനീഷേട്ടനൊക്കെ വെച്ചിട്ട് അയ്യോ അനീഷേട്ടാ ഞാൻ സിംഗിളാ. അനീഷേട്ടന് സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാ. ഒരിക്കലും ജീവിതകാലത്ത് എനിക്ക് സമ്മതമേ അല്ല. പക്ഷെ പുതിയൊരു ഇനാഗുറേഷന് പോയപ്പോഴാണ് നമ്മുടെ PR ബേബി അവിടെ പറഞ്ഞു നിൽക്കുന്നത്. ഒരിക്കലും ഞാൻ അനീഷേട്ടനെ റിജക്ട് ചെയ്തിട്ടില്ല. റിജക്ട് വെച്ച് ബാക്കി എല്ലാം ചെയ്തു. അയ്യോ ലാലേട്ടാ ഒന്നും പറയല്ലേ. അയ്യോ എനിക്ക് അവിടെ റൂമിന്റെ അപ്പുറത്ത് മാറുന്നിട്ട് അയ്യോ അടുത്ത കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ അനീഷേട്ടന് 42 വയസ്സ്. അപ്പൊ എന്റെ കാര്യോ അയ്യോ ആലോചിക്കാനേ വയ്യ. ഇങ്ങനെ പറഞ്ഞ അനുമോളാണ് ഇനാഗുറേഷന് പോയിട്ട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും അത് കണ്ടു നോക്കാം. അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ സ്റ്റാർ മാച്ച് കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോമ്പോ. അപ്പൊ അടുക്കളല്ലേ. അപ്പൊ ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ്. പിന്നെ നമ്മുടെ അനീഷേട്ടൻ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ എന്ന്. പക്ഷെ ഈ ചേട്ടൻ എനിക്കിപ്പോ മനസ്സിലായി ചേട്ടൻ എപ്പിസോഡ് വന്നിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അനീഷനാണ് എൻ്റെ അടുത്ത് ഇഷ്ടം എന്തെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷനോട് പറഞ്ഞിട്ടില്ല. ഞാൻ അനീഷന് പറഞ്ഞത് എന്റെ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. ചേട്ടാ മുങ്ങിയോ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മുങ്ങി പോവാണ്. എന്റെ പൊന്നോ ആ ചേട്ടൻ മുങ്ങിയിട്ട് യാതൊരുവിധ കുറ്റവും പറയാനില്ല. അമ്മാതിരി തള്ളല്ലേ പറയുന്നത്. ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമില്ല. എപ്പിസോഡ് കണ്ടവരും ലൈവ് കണ്ടവരും ഇനി ലൈവ് കട്ടാക്കിയിട്ടാണെങ്കിൽ എപ്പിസോഡ് കണ്ടവർക്കടക്കം മനസ്സിലാവും. ഇനിയിപ്പോ ഞാൻ പറയുന്നതാണ് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് കമന്റ് സെക്ഷനിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ പറയുന്നു. നമുക്ക് വായിച്ചു നോക്കാം. അനീഷിനെ അങ്ങനെ കാണാൻ കഴിയില്ല. ചേട്ടനെ പോലെയാണ് കാണുന്നത്. 2 വർഷം കഴിയുമ്പോൾ പുള്ളിക്ക് 42 വയസ്സ്. അയ്യോ ഓർക്കാനേ വയ്യ. ഞാൻ പുള്ളിയോട് കാണിച്ചതെല്ലാം തമാശ ആയിരുന്നു. ഒരാളുടെ ഫീലിങ്സ് വെച്ചിട്ടാണ് തമാശ കളിക്കുക. അത് അനുമോൾക്ക് മാത്രമല്ല കുറെ ആൾക്കാരുണ്ട്. അപ്പാനിയുടെ റീ എൻട്രി സമയം ഇവിടെ കല്യാണം കഴിക്കാത്തവർ ഒക്കെ പ്രപ്പോസ് ചെയ്താൽ ഞാൻ എസ് പറയണോ എന്ന് ഇറങ്ങിയാൽ പുള്ളിയെ ചേട്ടനല്ലാതെ പിന്നെ അപ്പാനി കാണാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ലാലേട്ടൻ ചോദിച്ചപ്പോൾ ആംഗ്യ ഭാഷ ഞാൻ നേരത്തെ പറഞ്ഞ ലാലേട്ടനോടും പറഞ്ഞു. ലാലേട്ട ഒന്നും ഉണ്ടല്ലോ അയ്യോ എനിക്ക് എന്റെ ജീവിതം അങ്ങാലവല്ലേ. അതൊക്കെ കൂടാതെ അനീഷിനോട് തന്നെ നേരിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ചേട്ടനായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു. ലൈൻ കട്ട് ഇന്റർവ്യൂവിൽ അഞ്ജനയോടും പറഞ്ഞു വീട്ടിൽ വന്ന് ചോദിച്ചാൽ പോലും കല്യാണം കഴിക്കില്ല എന്ന്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഈ കുട്ടിക്ക് അൽസിമേഴ്സ് ആണോ? അതന്നെ എനിക്ക് സംശയമുള്ളത്. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. അതിപ്പോ എന്താ വെച്ചാൽ ആൾക്കാരിപ്പോ അനീഷിന് ഫാൻസ് കൂടിയോണ്ടേ ഇവളിപ്പോ ഇനി അങ്ങനെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അത് കോൺട്രവേഴ്സി ആവും എന്നറിയാം. അപ്പൊ നൈസിന് ട്രാക്ക് മാറ്റി പിടിക്കാൻ നോക്കിയതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ലൈവും എപ്പിസോഡും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാറിൽ കിടക്കുന്നത് അനുമോൾക്ക് അറിയില്ലെന്നാവോ? അപ്പോ ഞാൻ പറഞ്ഞു 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ, എനിക്ക് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് സെറ്റിൽ ആവാൻ 2.5 വർഷം വേണ്ടി വരും. അതിനു മുന്നേ പുള്ളി എണീറ്റ് പോയി. അതെന്റെ തെറ്റാണോ? അത് തേപ്പാണോ? അത്രേ ഉള്ളൂ. പുറത്തുള്ള എന്റെ പൊന്നേ കണ്ടോണ്ടിരിക്കാൻ വയ്യ എനിക്കൊന്നും. അനീഷേട്ട അവിടെ ഇരിക്കും. അനീഷേട്ട പാല് വേണോ, തൈര് വേണോ, മോര് വേണോ അതൊക്കെ ചോദിക്കുമ്പോഴൊന്നും ഇവളൊക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ലാന്ന്. പുറലോകവുമായി ഒരു ബന്ധവുമില്ല, വാച്ചില്ല, ഫോണില്ല. നമുക്ക് നമ്മുടെ ഒരു വീട് തന്നിരിക്കും, ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് തന്നിരിക്കും. അതിൽ 25 പേരെ കൊണ്ടിട്ടിരിക്കും. നമുക്ക് അതിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. ആരാണ് കൊണ്ടുവയ്ക്കുന്നത് പോലും നമ്മൾ കാണാറില്ല. നമുക്കൊരു വിഷമം വന്നാൽ പോലും ഷെയർ ചെയ്യാൻ ആരില്ല. പിന്നെ എന്താ പറയുക, ഒരു അസുഖം വന്നാൽ പോലും ഡോക്ടർക്ക് പോകാൻ പറ്റും. ആ ഡോക്ടറെ ഫേസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ പുറലോകവുമായി ഒരു ബന്ധമില്ലാത്തതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. പുറമെ നിങ്ങൾക്ക് ഫോണിലൂടെയും അല്ലെങ്കിൽ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷെ ഒരു പ്രഷർ കുക്കർ പോലെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ടും വിഷമം മനസ്സിലാവും. എന്തിനാണ് മോളെ ഇങ്ങനെ നുണ പറയുന്നത്? കഴിഞ്ഞ കാര്യമല്ലേ, അപ്പൊ സമ്മതിച്ചേക്ക്. നിനക്കെന്തായാലും മനീഷിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അത് നിന്റെ പേഴ്സണൽ മാറ്റർ മാത്രമാണ്. പക്ഷെ ഇത് പൊതുവേദിയിൽ ഇങ്ങനെ പറയുമ്പോൾ അത് അനുമോൾക്കും കൂടി പ്രശ്നം വരും, PR ബേബിക്കും കൂടി പ്രശ്നം വരുന്നത് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് 2 ദിവസം മുമ്പായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോയിൽ അയ്യോ കമന്റ് സെക്ഷൻ കണ്ടിട്ട് ഞാൻ തന്നെ കണ്ടിറങ്ങിപ്പോയി. എന്തൊക്കെ അവരങ്ങളാണ് വിളിച്ചു പറയുന്നത്.
നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജി. 50% നെഗറ്റീവ് ആണെങ്കിൽ 50% പോസിറ്റീവ് ഉണ്ട് കേട്ടോ. 2-3 കമന്റ് എല്ലാം കൂടി നമുക്ക് വായിക്കാൻ പറ്റില്ല. 2-3 വായിച്ചു നോക്കിയാൽ നെഗറ്റീവ് ഉള്ള കമന്റ് അതാണല്ലോ വേണ്ടത്. അധോലോകം എന്നാണ് ഇങ്ങനെ കഴിയുന്നത്? എന്റെ ഫോണാണ് ഏതൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ജയിലിലാണെങ്കിൽ നാളെ നമുക്ക് ചോദിക്കാനും അയ്യോ കർത്താവ് തന്നെ രാജ്യദ്രോഹി എന്നൊക്കെ പാപ്പാ നമ്മൾ ഇത്ര ഇവിടത്തെ ഫേമസ് ആയ കർത്താവെ നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്. ഓടാ പാൽക്കുപ്പി മൊണ്ണെ. ഹൗ ഡെയർ യു? എന്നെ കണ്ടിട്ട് നിന്റെ തന്തയായി തോന്നിയോടാ പാൽക്കുപ്പി മൊണ്ണെ എന്നൊക്കെ വിളിക്കാൻ. കാട്ടപരാധി മോനെ, തന്തയ്ക്ക് വിളിച്ചതിൽ ശങ്കിക്ക വേണ്ട. നീ ഇതിന്റെ അപ്പുറം അർഹിക്കുന്നുണ്ട്. മണലിട്ട് തുടച്ചാൽ അവിലിട്ട് തിന്നാം. ആരും മാസാക്കിയിട്ട് എടുക്കൊന്നും വേണ്ട. ഇവൻ ഇതൊക്കെ തന്നെ അർഹിക്കുന്നു. കൊച്ചു പിള്ളേര് കൊച്ചു വർത്തമാനം പറഞ്ഞാൽ പോരെ. ഇത് പേരെന്താണ്? ഡാനിയെ. എന്റെ പൊന്നു ചേച്ചി, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. 18 വയസ്സ് കഴിഞ്ഞതാ. ചർമ്മം കണ്ടാ പ്രായം തോന്നില്ല എന്നുള്ളൂ. ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേയില്ല. ചന്ദനവും മഞ്ഞളും. ഇതെന്നാലും പോസിറ്റീവ് വായിക്കാം. പൊളിച്ചു കുട്ട, നിങ്ങൾ മനസ്സിലാക്കണം. കാരണം സ്ത്രീകൾക്ക് കിട്ടിയ ഈ നല്ല നിയമത്തെ ഇങ്ങനെ ഉള്ളവന്മാർ ദുരുപയോഗം ചെയ്യുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടില്ല. ഇതുകൊണ്ട് ഉപകാരം രാഷ്ട്രീയക്കാർക്ക്. എല്ലാ കമന്റും വായിക്കുന്നില്ല. നിങ്ങള് ത്രെഡ്സിലൊക്കെ പോയി നോക്കിയാൽ മതി എന്റെ അക്കൗണ്ടിൽ. അപ്പൊ കമന്റ് മനസ്സിലാവും. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. സ്വാമിക്ക് പറ്റിയ പേര് ബാബു. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴേ ഇത്രയേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് ബാബുസാബി മോളെ നാട്ടിക്കല്ലേ, ഇത് കഴിഞ്ഞിട്ട് പൂജ കളവാ. ക്ലൈൻസ് ഒക്കെ പോവേ. ബാബുസാബി ആകെ ഇല്ലാണ്ടായി പോയതാ. ഷാഗറിന്റെ മിത്രത്തിന് എനിക്കറിയുള്ളൂ. ജാക്കിയും ശത്രുവിനും എനിക്കറിയില്ല. എന്റെ പേരാണ് ഷാഗർ ഏലിയ. അണ്ണാ നിങ്ങൾ ഫീൽഡ് ഔട്ട് ആയി. ഇനി എന്ത് കാട്ടിയിട്ടും കാര്യമില്ല. അലൻ ജോസ് അവിടെ. അലൻ ജോസ് അവിടെ ഇത്രയും കാലത്ത് ഈ കെട്ടിയതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഇതാണ്. ഇത് പൊളിച്ചു. പാവട ജാഡ്മണി എന്തിനാണ് ഇങ്ങനെ കയ്യിലെ കാട്ടുന്നത്? കടല മുട്ടായി വെക്കാൻ പറ്റുന്ന പോലത്തെ സൗണ്ടും വെച്ചിട്ട്. ഗൈസ് ഇന്നത്തെ വീഡിയോ അത്ര മതി. ഇപ്പൊ ലെങ്ത് കുറഞ്ഞെന്ന് എനിക്ക് അറിയാം. നമുക്ക് നാളെ സുഖം ചെയ്യാതെ ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ടാണ്. ഇപ്പോ സൈനിങ് ഓഫ്.